ഗസ പോലത്തെ ഫലസ്തീൻ പോലത്തെ സ്ഥലങ്ങളിലൊക്കെ മുസ്ലിം ഉമ്മത്തിന് പിടിപെട്ട ദുരിതങ്ങൾ 10-15 മാസത്തോളം ശത്രുക്കൾക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അവിടെയുള്ള മുസ്ലിമീങ്ങളായ സഹോദര സഹോദരിമാർ, കുഞ്ഞുങ്ങൾ, പ്രായം ചെന്നവർ, അവരുടെ സമ്പത്തുകൾ, വീടുകൾ അത് മുഴുവൻ തരിപ്പണമാക്കാൻ ശത്രുക്കൾക്ക് കൂട്ടുനിന്ന ഈ പറയുന്ന ഇഖ്വാനികളെപ്പോലത്തെ, ഹിസ്ബികളെപ്പോലത്തെ, ലലാലത്തിന്റെ ആളുകളെപ്പോലത്തെ പണി സലഫികൾ ചെയ്യുകയില്ല. എന്നിട്ട് അവർ പറയാണ് ഗസ വിജയിച്ചു, അവിടെയുള്ള ഫലസ്തീനികൾ വിജയിച്ചു. ഈ പറയുന്ന ദുരിതങ്ങൾ മുഴുവനുണ്ടായി. അലി റംലി ഹഫിളഹുല്ല ഈ പറയുന്ന ഇവരുടെ ഈ ഹിസ്ബികളെ, ഇഖ്വാനികളുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ പറഞ്ഞ വാക്ക്, ഫലസ്തീനികൾ ദുആ ചെയ്യാൻ, ഞങ്ങൾക്ക് ഈ ഗതികേട് വരുത്തിവെച്ചിട്ട് ഞങ്ങൾ വിജയിച്ചു എന്നാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ ലഭിച്ചതുപോലത്തെ ഒരു വിജയം ആ പറഞ്ഞവർക്കും അവരുടെ കുടുംബത്തിനും ലഭിക്കട്ടെ. അവർ നാമീൻ പറയട്ടെ. ഇന്ന് നമ്മുടെ നാട്ടിലെ ഇഖ്വാനികളും ഹിസ്ബികളും പറഞ്ഞു നൽകാണ് ഗസ വിജയിച്ചു. ഈ പറയുന്ന 10-15 മാസം ഈ ദുരിതങ്ങൾ മുഴുവനും അവർ വന്നു വരുത്തിയിട്ട് അവർ വിജയിച്ചു. അവരോട് നമുക്കും പറയാനുള്ളത് ഇത് തന്നെയാണ്. ഗസ വിജയിച്ചു എന്നുണ്ടെങ്കിൽ അവരുടെ ഭവനങ്ങൾ, അവരുടെ സമ്പത്തുകൾ, അവരുടെ കുടുംബങ്ങൾ, അവരുടെ ശരീരങ്ങൾ, അവരുടെ ഭൗതികവും ദീനിയും ദുന്യവിയുമായ സംവിധാനങ്ങൾ, പള്ളികൾ, സ്ഥാപനം തകർക്കപ്പെട്ടിട്ട് അവർ പറയാണ് ഗസ വിജയിച്ചു എന്ന് എവനെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നമുക്ക് അവനോടും പറയാനുള്ളത്, ഈ ഗസക്കാർ വിജയിച്ചതുപോലത്തെ ഒരു വിജയം നിനക്കും നിന്റെ കുടുംബത്തിനും ലഭിക്കട്ടെ. പറയൂ നീ ആമീൻ, പറയൂ നിങ്ങൾ ആമീൻ, ദുആ ചെയ്യ. നിങ്ങളിങ്ങനെ പറയാൻ തയ്യാറാകൂ. ഒരല്പ ബുദ്ധിയുള്ള മനുഷ്യന്മാർ.